ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഇതിന് നീ മറുപടി പറയാം. ഭാഗ്യലക്ഷ്മിക്ക് ബോറടിക്കുന്നു അല്ലെ? ചൊറിയാനൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയല്ല ഞാൻ. രാഷ്ട്രീയത്തിൽ തന്നെ മുന്നേറി ഞാൻ ഇപ്പോഴും ഗോപകുമാർ സാറിനോട് പറഞ്ഞു, എനിക്ക് കയറി ഉന്നതമാവാൻ ഇഷ്ടമാണ്. ഉന്നതനാവാനല്ല, ഉന്നതമാവാൻ പ്രവർത്തനത്തിലൂടെ. അതെനിക്ക് പാഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അതിനോട് മധുവിന് വിയോജിപ്പുണ്ടാവാം, അദ്ദേഹത്തിന്റെ ചില ലാഞ്ചനകളോട് എനിക്കും അതേ വിയോജിപ്പുണ്ടാവും. അതിന് കാരണവും ഉണ്ടാവും, മതിയായ കാരണമുണ്ടാവും. പക്ഷേ പടി കയറാനല്ല വന്നിരിക്കുന്നത്. അടുത്ത പടിക്കെട്ടിൽ എന്ത്? നോ, ദാറ്റ് ഈസ് നോട്ട് മൈ ഇന്റന്റ് ആൻഡ് ദാറ്റ് വിൽ നെവർ ബി മൈ ഇന്റന്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങേയറ്റം മോഹിക്കുന്നത് 365 ദിവസവും ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ ആധികാരികമായി പ്രവർത്തിക്കാൻ സാധിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പൊസിഷൻ ഇസ് ഓൺലി ദി ചെയർമാൻ ഓഫ് ദി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. നെഞ്ചത്ത് കൈവച്ചേർക്കാൻ. ഇതിനപ്പുറം എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അത്രയേ ഉള്ളൂ. നിങ്ങളത് പുച്ഛമായി കാണാതെ, നിങ്ങളുടെ ആൾക്കാർ എഴുതുന്നുണ്ട് പുച്ഛം, കാണണോ? എന്റെ ഫോണിലുണ്ട്. മതപരമായിട്ട് പോലും എന്നെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ആരും ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞതിനകത്ത് ഒരു വാക്ക്, ഒരു ജില്ലയുടെ ഉച്ചാരണം ഞാൻ പറഞ്ഞു, എക്സ്പെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ റോങ് ആയിട്ട് ഇദ്ദേഹം ജനങ്ങൾക്ക് ഗുണം പറഞ്ഞു കൊടുക്കും, ഇയാളെ തീർക്കണം. ഞാൻ തീർത്തമായി അത് വെച്ചു. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോഴത്തേക്കും തുടങ്ങി. ഇനി മറിച്ച് അത് ഞാൻ മുഖ്യമന്ത്രിയാവണോ എന്നുള്ളത് എന്റെ പാർട്ടി തീരുമാനിക്കും, കേന്ദ്രത്തിലുള്ള എന്റെ നേതാക്കന്മാർ തീരുമാനിക്കും. പിന്നെ അതിനെന്താണ് സ്ക്രിപ്റ്റ് വരുന്നത്? ഇതാണോ ചർച്ച? ഈ ചർച്ചയ്ക്ക് എന്ത് മൂല്യമാണുള്ളത്? ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഭക്തി. ഗുരുവായൂർ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ മുമ്പ് പോയിട്ടുള്ള അനുഭവം അല്ല, ഫീലിംഗ് അല്ല എനിക്ക് ഇപ്പോൾ പോകുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ സ്ഥിരം ഗുരുവായൂരിൽ. എപ്പോഴും എൻ്റെ ഉള്ളിലൊരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഗുരുവായൂർ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അത്രയും സമയം ഇരിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ പോകുന്നത് ട്രെയിൻ ആശ്രയിച്ചിട്ടാണ്. ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ആ ട്രെയിൻ കയറി പോരേണ്ട ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. കാര്യം എന്താണെന്ന് അറിയോ? കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, ഇന്ന് മുഴുവൻ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരവസ്ഥ ഇപ്പം എനിക്ക് വരാറുണ്ട്. ശരിക്കും ഭക്തി എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം ഈ പറയുന്നത്. അല്ലാതെ ഇത് ട്രോളർമാർക്ക് എടുത്തുകൊണ്ട് ട്രോളാനുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണം എന്ന് സുരേഷ് ഗോപി ഇതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അയ്യപ്പൻ്റെ അടുത്ത് നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കാരണം ബ്രാഹ്മണരായിട്ട് ജനിച്ച് പൂനൂലിട്ടവർക്ക് മാത്രമാണ് അയ്യപ്പനെ സേവിക്കാനുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ. തൻ്റെ ഉള്ളിലെ ഭക്തി എത്രത്തോളം ആഴത്തിലുണ്ട് എന്നുള്ള ഒരു ഇതാണ് ഈ പറയുന്നത്. അല്ലാതെ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു, സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു, അതിലൊന്നും ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് ഏത് സമയത്തും ഗുരുവായൂർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിൽക്കണം, ഗുരുവായൂരപ്പനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഭക്തി ഇല്ലാത്ത ഒരാളും ഭക്തി ഉള്ള ഒരാളും ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ രണ്ടായിരിക്കും അനുഭവം. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ആ പറഞ്ഞത്. പക്ഷെ അത് ഉടനെ എങ്ങും നടപ്പിലാവുന്ന ഒരാഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് അവിടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കണമെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരണം.
BJP കേരളത്തിൽ അടുത്തെങ്ങും അധികാരത്തിൽ വരൂ എന്നുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നെക്സ്റ്റ് ചിലപ്പോൾ UDF സർക്കാരായിരിക്കും കേരളം ഭരിക്കുന്നത്. പക്ഷെ BJP പഴയതിലും പുരോഗതി BJPക്ക് കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അല്ലേ. ഒരുപാട് പേര് ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറുന്നുണ്ട്. BJP പയ്യെ വളരുന്നുണ്ട് കേരളത്തിൽ, ഇല്ല എന്നല്ല. പക്ഷെ കേരളം മൊത്തം BJPയുടെ കയ്യിലാകാൻ ഇനിയും എത്ര വർഷം കൂടി കാത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇല്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹത്തിന് അവിടെ ജീവിച്ച് മരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പം ഇരിക്കുന്ന പദവി അതിലും എത്രത്തോളം ഉയരത്തിലാണ്. അത്രത്തോളം ഉയരത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബോർഡ് ചെയർമാനായിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും കേരളത്തിൽ BJP കൂടുതൽ സീറ്റ് ഭരിക്കും എന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെ വരുന്ന കാലത്ത് ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ ആഗ്രഹം നടക്കുമായിരിക്കും. അത് എത്ര കാലം എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റൂല. ചിലപ്പോൾ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ BJP അധികാരത്തിലെത്തുക. ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗുരുവായൂരപ്പനെ സേവിച്ച് മരിക്കണം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ അടങ്ങാത്ത ഭക്തിയുടെ, ഗുരുവായൂരപ്പനോടുള്ള ആ പ്രണയത്തിൻ്റെ അടങ്ങാനാവാത്ത ഒരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ എന്തും ഞൊടിഞ്ഞിടയിൽ മാറ്റിമറിക്കാൻ സാധിക്കും. സുരേഷ് ഗോപിയുടെ ഈ ആഗ്രഹം ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പൻ അറിയുന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇനിയും വർഷങ്ങളോളം കാത്തിരിക്കണം. അത് എത്ര വർഷമാവുന്നോ, അപ്പോൾ അതങ്ങനെ ആവുമ്പോൾ ഇനി നമ്മളൊക്കെ ഉണ്ടാവുന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരുവായൂരപ്പനോടുള്ള ഈ ഒരു അടങ്ങാത്ത പ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിയുടെ ആഗ്രഹം ഗുരുവായൂരപ്പൻ എത്രയും പെട്ടെന്ന് നിവർത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ.